ഹലോ മുത്തുമണികളെ, രാവിലെ മക്കളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം എന്ത് വേണം എന്നുള്ള ചിന്തയിൽ നിന്ന് ഉടലെടുത്ത ഒരു വലിയ മഹാസംഭവമാണ് വൈകുന്നേരം നമുക്ക് ദോശ, സാമ്പാർ എന്നിവ വയ്ക്കാം എന്നുള്ളതാണ്. ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചുകൊണ്ട് വന്നത് ഉരുളക്കിഴങ്ങ് കറിയും പൂരിയും ഉണ്ടാക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് എങ്കിലും രാത്രിയിൽ നമുക്ക് ദോശയും സാമ്പാറും മതി എന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ച്. ഇങ്ങനെയാണ് ഓരോ വീട്ടമ്മമാരും ഈ ഒരു രീതിയിൽ കൂടി കടന്നു പോകുന്നവരായിരിക്കാം. അതായത് എന്ത് ആണ് നമ്മളെ കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ടവർക്ക് എന്തായിരിക്കും ഏറ്റവും ബെറ്റർ എന്നുള്ളതിങ്ങനെ ചിന്തിച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നമ്മളെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് ഓരോ സ്ത്രീകളും എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പവും എന്നാൽ എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടവും ഉള്ള ഒരു ആഹാരമാണ് സാമ്പാർ, ദോശ. അതുകൊണ്ടാണ് അത് തീരുമാനമെടുത്തത്. പിന്നെ പൂരിയും കിഴങ്ങറിയും അവർക്ക് ഇഷ്ടം തന്നെ. പക്ഷെ രാത്രിയിൽ ഈ പൂരി കഴിക്കുമ്പം ഒരു എണ്ണത്തകട്ടലുണ്ട് എന്നുള്ളത് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് പറ്റില്ല, കൊളസ്ട്രോൾ ഉള്ള ഒരാളാണ്. പിന്നെ എനിക്ക് തീരെയും പറ്റില്ല കേട്ടോ, എനിക്കും കൊളസ്ട്രോൾ ഉണ്ട്. പിന്നെ ഹവയും അങ്ങനെ പറയാറുണ്ട്. ആച്ചിപ്പൂവിന് രാവിലെ എണീക്കുമ്പോൾ പിന്നെ ഛർദ്ദിക്കാൻ മുട്ടും. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഈ രാത്രിയിൽ പൂരിയും കിഴങ്ങറിയും ഞാൻ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ നമുക്ക് നല്ല ദഹിക്കുന്ന ഫുഡാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഭയങ്കര ഹെവി ഫുഡ് കഴിക്കാതെ ലൈറ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ രാത്രിയിൽ നല്ല ഉറക്കം കിട്ടും എന്നാണ് പണ്ടുള്ള പഴമക്കാർ പറയുന്നത്. അതുകൊണ്ടല്ലേ പണ്ട് തറവാട് വീടുകളിലൊക്കെ കഞ്ഞിയും പുഴുക്കുമായിരിക്കും രാത്രിയിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. കഞ്ഞി വേഗം ദഹിക്കുന്നതും നമ്മുടെ വയറ് ശരിയാണെങ്കിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടും. പിന്നെ ഈ BP, ഷുഗർ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഉറക്കം ഉണ്ടാവില്ല. പക്ഷെ അവർക്കും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് കഞ്ഞി, പുഴുക്ക്, അതുപോലെ ദോശ. പിന്നെ സാമ്പാർ ഗ്യാസിന് പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന ഒരു സാധനമാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഒന്നും കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് രാത്രിയിൽ എന്താണ്, ദോശയും സാമ്പാറും മതിയില്ലേ മക്കളെ? ഒരു മൊസമ്പിയല്ല, നമ്മളെ ടെറസിൻ്റെ മുകളിൽ ശരിക്കും മൊസമ്പിയല്ല, ഇതെന്തുവാ ഇത്? ഈ ബംബ്ലു നാരങ്ങ എന്ന് പറയും. ബംബ്ലു നാരങ്ങ ഇഷ്ടം പോലെ ഇങ്ങനെ പിടിച്ച് കിടപ്പുണ്ട്. അതെല്ലാം ഇങ്ങനെ വീണ് നാശമായി കിടപ്പുണ്ട്. ഞാനത് എടുത്ത് അടുത്ത വീടുകളിൽ കൊടുക്കും, മക്കളെ സ്കൂളിൽ കൊടുത്തു വിടും. പിന്നെ ആരെങ്കിലും വന്നാലെടുത്തങ്ങ് കൊടുക്കും. അങ്ങനെ എത്ര കൊടുത്താലും അത് ഭയങ്കര കുറേ നാരങ്ങകളുണ്ട്. അപ്പം ഈ നാരങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ് കേട്ടോ. ഉപ്പും മുളകും കുറച്ച് വിനെഗറും കൂടി ചേർത്ത് ഇതങ്ങോട്ട് തിരുമ്മി അങ്ങോട്ട് കഴിക്കണം. എൻ്റെ പൊന്നു മുത്തുമണികളെ, ഒരു നേരത്തേക്കുള്ള ആഹാരമായി. പണ്ട് ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറയുന്നത് നമുക്ക് ആഹാരങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലമാണല്ലോ. അന്നത്തെ കാലത്ത് ആഹാരങ്ങൾ കുറവാണല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ വലിയ പുളിമരമുണ്ട്. ഇപ്പോൾ ഈ പുളിമരത്തിൽ നിന്ന് വീഴുന്ന പുളി ഉപ്പും മുളകും ഇട്ട് തിന്ന് വിശപ്പടക്കുന്ന ആൾക്കാരായിരുന്നു ഞങ്ങളാ ഫാമിലി മൊത്തം. പിന്നീട് എൻ്റെ മാമൻ്റെ കല്യാണമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് 2 മാമന്മാരാണ് കേട്ടോ. അതിലൊരു മാമനെന്ന് പറയുന്നത് നല്ല ചെറിയ ആളായിരുന്നു. ഇപ്പോൾ വയസ്സായി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളെന്ന് പറയുന്ന നേഴ്സിങ്ങിനാണ്. മോള് നേഴ്സിങ്ങിനാണ് പഠിക്കുന്നത്. മറ്റേ 2 പെൺമക്കളാണ്. അവർ 2 പേരും എന്നേക്കാൾ വളർന്ന്. ഞാൻ +2 പഠിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ മാമൻ്റെ കല്യാണം. അപ്പോൾ മാമൻ്റെ കല്യാണമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാമനൊരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ആ പുളിമരം വെട്ടിക്കളഞ്ഞ് മുത്തോണികളെ എന്തോ ഒരു സങ്കടമായിരുന്നെന്നറിയാമോ. അതും ആ പുളിമരം വെട്ടാൻ എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വന്നതെന്ന് നിങ്ങൾക്കറിയാമോ. അതൊരു ഭയങ്കര രാക്ഷസ പുളിമരമായിരുന്നു കേട്ടോ. ഞങ്ങളെ വീട്ടിലാണ് ആ പുളി നിൽക്കുന്നതെങ്കിലും അതിൻ്റെ ശിഖരങ്ങളെന്ന് പറയുന്നത് ആ മുടുക്ക് മുഴുവനുള്ള വീടുകളിൽ അതിൻ്റെ ശിഖരങ്ങൾ ഇങ്ങനെ പടർന്ന് വലിയ മരമായിരുന്നു കേട്ടോ. ഞങ്ങളൊന്നും പുളി വാങ്ങലേ ഇല്ല. അന്നത്തെയൊക്കെ കാലത്ത് ഞങ്ങൾ പുളി വാങ്ങുന്ന ഒരു സമ്പ്രദായം ഇല്ല. ഞങ്ങളാ പുളിമരത്തിൽ നിന്ന് വീഴുന്ന പുളി തന്നെ പൊട്ടിച്ചിട്ട് അതിങ്ങനെ വീഴും, ഓരോ വീടുകളിൽ ഇങ്ങനെ വീഴും. അപ്പോൾ അതിൽ തന്നെ എടുത്ത ആൾക്കാർ കറി വയ്ക്കും. പിന്നെ ഞങ്ങളാ പുളി മുറിക്കുന്ന സമയമുണ്ട്, അതായത് പുളി വിളയുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ആരെങ്കിലും മരത്തിൽ കയറും. ഏതെങ്കിലുമൊക്കെ അണ്ണന്മാരൊക്കെ മരത്തിൽ കയറിയിട്ട് ഇങ്ങനെ കുലുക്കിയിടുമ്പോഴത്തേക്ക് എല്ലാ വീടുകൾക്കും ഉള്ളത് ആ പുളിയിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ ആ പുളി തിന്ന്
വിഷപ്പടക്കേരി കാലങ്ങളൊക്കെ നമുക്കുണ്ട്. അങ്ങനത്തെ ഒരു പക്ഷെ നമ്മളെ ബാല്യകാലം എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടതയുള്ളൊരു കാലമാണെങ്കിലും ആ ബാല്യകാലം എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള കാലവും കൂടിയായിരുന്നു കേട്ടോ. ഞങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഞങ്ങളൊക്കെ നടന്നാണ് വരുന്നത്. ഞാൻ പഠിച്ചിരുന്നത് സെൻറ്റ് റോക്സ്, എൻ്റെ ആ ഏരിയയിലുള്ള എല്ലാവരും സെൻറ്റ് റോക്സിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങനെ നടന്നിട്ടാണ് ഞങ്ങൾ വീട്ടിൽ വരുന്നത്. അപ്പോൾ വീട്ടിൽ വരുമ്പോഴത്തേക്ക് നല്ല തളരും, വിശന്നിട്ട് തളരും. അപ്പോൾ അമ്മ കാണില്ല വീട്ടിൽ. ഞങ്ങളുടെ അമ്മമാരെല്ലാം ജോലിക്ക് പോകുന്നവരാണ്, കുട്ടമണ്ണും ചുമക്കുന്നവർ തന്നെ, കല്ലും മണ്ണും ചുമന്ന് ജീവിക്കുന്നവരാണ് എൻ്റെ കുഞ്ഞമ്മ, എൻ്റെ അമ്മ. എൻ്റെ മാമി അല്ല കേട്ടോ, മാമി ഒരു ഹാർട്ട് പേഷ്യൻ്റായിരുന്നു. എൻ്റെ മൂത്ത മാമൻ്റെ വൈഫെന്ന് പറയുന്ന ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. മാമൻ ഡ്രൈവറാണ്. മാമി മാത്രമേ വീട്ടിൽ കാണൂ. അതായത് ഞങ്ങളെ കുടുംബത്ത് വലിയവരായിട്ട് ഞങ്ങൾ വീടെത്തുമ്പോൾ ഉണ്ടാകുന്നത് മാമി മാത്രമേ കാണൂ. പാവം ഒരു മാമിയാണ് കേട്ടോ. പക്ഷെ പിന്നീട് അവർ മരണപ്പെട്ടു പോയി. അപ്പോൾ ആ മാമി മാത്രമേ കാണൂ. ആ മാമിയുടെ അവസ്ഥ ദാരിദ്ര്യം തന്നെ, അല്ല ഫുള്ള് ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റത്തുള്ള ആൾക്കാരാണ്. അപ്പം ഈ പറഞ്ഞ് ഞങ്ങൾ കാട് കയറുകയാണ് അല്ലേ. എന്നാലും പറഞ്ഞാലും നമുക്ക് തീരൂല. നമ്മുടെ ഒരു ബാല്യകാലം, നമ്മൾ ജീവിച്ച് വന്ന ഒരു സാഹചര്യം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഭയങ്കരമായ ഒരു നഷ്ടമുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. അന്ന് വെട്ടമില്ല, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടം മാത്രമേ ഉള്ളൂ. പിന്നെ വീടുകളിലെന്ന് പറയുന്നത് ഒരു മണ്ണെണ്ണ വിളക്ക് മാത്രം കാണും. മണ്ണെണ്ണ വിളക്കറിയാമല്ലോ, അന്നത്തെ മണ്ണെണ്ണ വിളക്ക് ഇങ്ങനെ മുകളിൽ പിന്നെ ഈ പാൽക്കുപ്പി പോലെ ഉണ്ടാവും കാണാൻ. ആ മണ്ണെണ്ണ വിളക്ക് എങ്ങനെ ഉണ്ടാവും? പാൽക്കുപ്പി പോലെ ഉണ്ടാവും. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് നമുക്ക് 1 ലിറ്ററോ 2 ലിറ്ററോ മണ്ണെണ്ണ കിട്ടും. അത് വെച്ചിട്ടാണ് വീട്ടിൽ നമ്മൾ വെട്ടം കൊണ്ടുവരേണ്ടത്. അപ്പം അങ്ങനത്തെയൊക്കെ ഒരു ബാല്യകാലമാണ് നമ്മളെയൊക്കെ ഒരു ബാല്യകാലം. നിങ്ങൾക്കൊക്കെ ഓർമ്മയില്ലേ? ഇപ്പോൾ ഉള്ള മക്കളടുത്ത് ഇതൊക്കെ പറഞ്ഞാൽ വല്ല മനസ്സിലാവുമോ? വല്ലതും തിരിയോ? അവരൊക്കെ ജീവിക്കണത് എന്ത് രാജയോഗത്തിലാണല്ലേ. അപ്പോൾ ഞാൻ എന്താണ് ഈ പറയാൻ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ജീവിച്ച് വന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്ന കുറേ മൂല്യവത്തായിട്ടുള്ള സംഭവങ്ങളുണ്ട്. എന്താണ് ആ മൂല്യവത്തായിട്ടുള്ള സംഭവങ്ങൾ? മനുഷ്യത്വം, നന്മ. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും നന്മയും തിന്മയും ഒക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളെ കുടുംബത്തിൽ ഒരാളടിച്ചു എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും? നമ്മൾ പോയി അവൻ്റെ ചേപ്പക്കുറ്റി അടിച്ചു തിരിക്കും അല്ലേ. ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് എൻ്റെ വല്യമ്മ കുഞ്ഞമ്മ മക്കൾ, എൻ്റെ വല്യമ്മ തമിഴ്നാട്ടിലാണ് കേട്ടോ. ഇത് ഞാൻ കുറേ ആയി പറയുന്നത് നിങ്ങളുടെ അടുത്ത്. എൻ്റെ കുഞ്ഞമ്മയും കുഞ്ഞമ്മേരെ മക്കൾ, കുഞ്ഞമ്മമാരെ മക്കൾ. ഇവിടെ തലമൂത്തത് എന്ന് പറയുന്നത് ഞാനാണ്. യഥാർത്ഥത്തിൽ ഞങ്ങളെ കുടുംബത്തിലെ തലമൂത്തത് എന്ന് പറയുന്നത് എൻ്റെ കണ്ണണ്ണനാണ്. പക്ഷേ കണ്ണണ്ണൻ പിന്നെ ആൻഡമാനിലൊക്കെ ജോലിക്ക് പോകാനൊക്കെ തുടങ്ങിയ ഒരു സമയമുണ്ട്. അതുവരെ ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് പഠിച്ചിട്ടുള്ളതും വളർന്നിട്ടുള്ളതെങ്കിലും അത് കഴിഞ്ഞ് അവൻ ഇലക്ട്രീഷ്യൻ്റെ ഭയങ്കര വലിയ ഇലക്ട്രീഷ്യനാണ് കേട്ടോ. തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഇലക്ട്രീഷ്യനാണ്. സ്വയം പഠിച്ചെടുത്ത് കൈത്തൊഴിൽ. നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത് കൈത്തൊഴിൽ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിൽ ഞാനും എൻ്റെ അണ്ണനും ഒക്കെ ഭയങ്കര, എൻ്റെ സ്വന്തം അണ്ണൻ പെയിൻറ്ററാണ് കേട്ടോ. അപ്പം നന്നായിട്ട് വരയ്ക്കുകയും ചെയ്യും കേട്ടോ. വരയ്ക്കും, പക്ഷേ ഈ വീടൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര സെൽഫ് ജോബ് കയ്യിൽ കൊണ്ട് നടക്കുന്ന ഭയങ്കരപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ കണ്ണണ്ണൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഈ ഇവിടുത്തെ വലിയ ആൾ എന്ന് പറയുന്നത് ഞാനാണ്, തലമൂത്ത ആൾ. അപ്പോൾ എൻ്റെ സ്കൂളിൽ എൻ്റെ അനിയത്തിമാരെയൊക്കെ നോക്കുന്ന ഞാനാണ്, വലിയ ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ അനിയത്തിമാരെ ആരെങ്കിലും അടിക്കുകയോ വഴക്കുറയോ ചെയ്യും, ഞാൻ പോകും ഒരു ഈക്കിൽ കൊടുത്തും കൊണ്ട് പോയിട്ട്, ആരാടാ എൻ്റെ അനിയത്തിനെ അടിച്ചത്, ഇവിടെ പാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഗുണ്ടായുസം കളിക്കും. യഥാർത്ഥത്തിൽ ഭയങ്കര പാവമാണ് കേട്ടോ ഞാൻ ഉറങ്ങുമ്പോൾ. നിങ്ങൾക്ക് അറിഞ്ഞൂടാ ഞാൻ ഉറങ്ങുമ്പോൾ ഭയങ്കര പാവമെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പ്രിയപ്പെട്ടവരെ ആക്രമിച്ചാൽ, ആരെങ്കിലും വഴക്കുറഞ്ഞാലോ ആരെങ്കിലും, നമ്മൾ തിരിച്ചു ചോദിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ എന്തു ചെയ്യും? നമ്മൾ തിരിച്ചു ചോദിക്കും അല്ലേ. അപ്പോൾ അതുപോലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് ഒരു കാര്യവും ഇല്ലാതെ ഒരുപാട് തവണ അക്രമങ്ങൾക്ക് ഇരയായ ഒരാളാണ് ഞാൻ. അങ്ങനെ അക്രമങ്ങൾക്കിരയായ സമയത്ത് മിണ്ടാതെ ഒന്നും ഇരുന്നില്ല കേട്ടോ. ഞാൻ തിരിച്ച് നല്ല പോലെ കൊടുത്തില്ല, എല്ലാവർക്കും നല്ല പണി കൊടുക്കും, എല്ലാവരെയും ഞാൻ തിരിച്ചു പറയും. എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ പലിശ സഹിതം തിരിച്ചു കൊടുക്കുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, ഞാനൊരു കാര്യം പറയുമ്പോൾ എന്നെയല്ലേ ആക്രമിക്കേണ്ടത്?
അതിന് പകരം എൻ്റെ പാവം പിടിച്ചൊരു മനുഷ്യനെ, എൻ്റെ മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ചെറിയ മനസ്സുള്ള ഒരാളാണ് കേട്ടോ. പെട്ടെന്ന് വിഷമം വരും, പെട്ടെന്ന് കരയും, പെട്ടെന്ന് ഡള്ളാവും. ഇപ്പോൾ ഈ ഒരു രോഗവും കൂടി വന്നതിന് ശേഷം ഭയങ്കര പെട്ടെന്ന് വീക്കാവുന്ന ഒരു മനസ്സും കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ മക്കളെ പറയുന്നു. അതേ കണക്ക് എൻ്റെ സൗഹൃദങ്ങളെ വളരെ മോശമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്കിനല്ല. നമ്മൾ നേരിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പാഠം ഉണ്ടായിരുന്നു. അർജുനന്, അതായത് പഞ്ചപാണ്ഡവരിലെ അർജുനനെ ആയോധന കല പഠിപ്പിക്കുന്ന സമയത്ത് ഗുരു പറയുന്നുണ്ട്, നിനക്ക് ആ മരത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന തത്തയെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ അർജുൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും പറയുന്നു, എനിക്ക് അതിൻ്റെ അടുത്തുകൂടി പറന്നു പോകുന്ന കാക്കയെ കാണാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ ചില്ലകളിലുള്ള ഓരോ തളിരിലകളെയും കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ അത് കാണാൻ പറ്റുന്നുണ്ട്, ഇത് കാണാൻ പറ്റുന്നുണ്ട്, എല്ലാം കണ്ടിട്ടും പിന്നെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, തത്തയുടെ തല കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഗുരു പറയും, നീ അങ്ങോട്ട് മാറിയില്ലേ. അവസാനം അർജുനനെ വിളിക്കുമ്പോൾ അർജുനൻ പറയും, എനിക്ക് ചുറ്റിനുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല ഗുരുവേ, എനിക്ക് ആ തത്തയുടെ കണ്ണുകൾ വ്യക്തമായി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് പറയും. ചുറ്റിനുള്ള എന്തെങ്കിലും നീ കാണുന്നുണ്ടോ? ഇല്ല, എനിക്ക് കാണാൻ പറ്റുന്നത് ആ തത്തയുടെ കണ്ണുകൾ മാത്രമാണ്. ഒരു യഥാർത്ഥ യോദ്ധാവ് എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കും. ചുറ്റിനുള്ളതൊന്നും നമ്മൾ കാണൂല. നമ്മൾ എന്തിനെയാണോ ലക്ഷ്യം വെക്കുന്നത് അതിനെ മാത്രമായിരിക്കണം നമ്മൾ കാണേണ്ടത്. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്നെ അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്നിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഞാൻ വീണു പോകുമായിരുന്നു, ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ മറ്റുള്ള യോദ്ധാക്കളെ പോലെ ആയിപ്പോയി മുഖത്തുപണികളെ. നിങ്ങൾ കണ്ടത് എന്നിലെ വീക്ക്നെസ്സിനെയാണ്. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാരെയാണ്? എൻ്റെ ഭർത്താവിനെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാരെയാണ്? എൻ്റെ മക്കളെ. ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്ന, എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും നിങ്ങൾ ആക്രമിച്ചു. അതിലൂടെ നിങ്ങൾക്ക് എന്നെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. കാരണം എന്താണ് എന്നറിയാമോ? ഇവരെയൊക്കെ നിങ്ങൾ എന്ത് പറഞ്ഞാലും അവരൊക്കെ എൻ്റെ മനസ്സിൽ ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ ഞാനും വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളൊരു സ്നേഹം ഒരാളുടെ ഉള്ളിൽ നമ്മൾ എങ്ങനെയാണ് സ്ഥാനം നേടുന്നത്? അവരുടെ ഉള്ളിൽ സ്നേഹം പിടിച്ചു പറ്റിയിട്ടായിരിക്കണം നമ്മൾ അവരുടെ ഉള്ളിൽ സ്വാധീനം ചെലുത്തേണ്ടത്. അല്ലാതെ നമുക്ക് ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ ഭയപ്പെടുത്തി, അപമാനിച്ച്, അടിച്ച് നുറുക്കി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരാളിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമോ? എൻ്റെ ഒരു നയമെന്ന് പറയുന്നത് തന്നെ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുക എന്നുള്ളതാണ്. അതിൽ ഞാൻ 100% സക്സസ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം എൻ്റെ ചുറ്റിനുമുള്ളവരെല്ലാം തന്നെ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ഞാൻ എൻ്റെ ചുറ്റിനുമുള്ളവരിൽ നിന്നൊക്കെയും പ്രതീക്ഷിക്കുന്നതും ഒന്ന് മാത്രമാണ്: സ്നേഹം. നമുക്ക് പണം കൊടുത്ത് വാങ്ങാൻ സാധിക്കാത്തതായിട്ടുള്ള ഒന്ന്, മനസ്സിൽ നിന്നും വരുന്ന പ്യുവറായിട്ടുള്ള സ്നേഹം. ആ സ്നേഹം ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചുറ്റിനുമുള്ള ആളുകൾക്ക് ഞാനത് ആത്മാർത്ഥമായിട്ട് തന്നെ കൊടുത്തിട്ടുമുണ്ട്. അവരെ ഒന്നും ഞാൻ ഭീഷണിപ്പെടുത്തി അല്ല ഞാൻ അവരെ സ്നേഹിക്കാനായിട്ട്, എന്നെ സ്നേഹിക്കണം അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ല വിളിക്കും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഉള്ളിലുള്ള സ്നേഹം കൊടുത്ത് തന്നെയാണ് അവരെയൊക്കെ എൻ്റെ കൂടെ നിർത്തിയിരിക്കുന്നത്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം ഞാനൊരിക്കലും കണ്ടിട്ടില്ലാത്ത, എന്നെ യാതൊരു രീതിയിലും പരിചയം പോലും ഇല്ലാത്ത ആളുകൾ പോലും എന്നോട് ഭയങ്കര സ്നേഹമായിട്ടാണ് പെരുമാറുന്നത്. ഞാൻ വിളിച്ച് അവരെന്നെ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ വിളിച്ച് എന്താണ് എന്നൊരു വാക്ക് ചോദിക്കുമ്പോൾ തന്നെ ഇത്ത എന്നോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ വരെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, പടച്ച തമ്പുരാനെ, ഞാൻ ഒരു കുന്തവും ഇല്ലാത്ത ഒരാളാണ്. ഒരു സൗന്ദര്യമുണ്ടോ, ഒരു വീടുണ്ടോ, ഒരു സ്വത്തുണ്ടോ, അങ്ങനെ ഒന്നുമില്ലാത്ത എന്നെപ്പോലും ഇത്രയധികം അവർ സ്നേഹിക്കുന്നത് എന്നിങ്ങനെ ഞാൻ ചിന്തിക്കും. ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളെ ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന എന്തെങ്കിലും ആയിരിക്കാം. ഈ ഒരു സ്നേഹം തന്നെ ആയിരിക്കാം, നമ്മളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന സ്നേഹം തന്നെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അല്ലാതെ ഭീഷണിയിലൂടെയോ അപമാനത്തിലൂടെയോ. ഇപ്പോൾ എന്നെ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
ഈ ആളുകളോടൊന്നും തന്നെ എനിക്ക് ഒരു കമ്മിറ്റ്മെൻറ്റും തോന്നൂല. ഇവരോട് ഞാനെൻ്റെ മരണം വരെ എനിക്ക് ഇവരോടൊന്നും മിണ്ടണമെന്ന് പോലും എനിക്ക് തോന്നൂല. ഞാൻ അങ്ങനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഖദീജ കബീർ എന്ന് പറയുന്ന സ്ത്രീ, അതുപോലെ തന്നെ മല്ലി മുളക് എന്ന് പറയുന്ന സ്ത്രീ, അങ്ങനെ ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അവരുമായിട്ട് ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് പോലും ഒരു സൗഹൃദം നിലനിർത്താനോ ഒരു ഹായ് ബായ് ബന്ധം പോലും ഇവരൊന്നുമായിട്ട് നടത്താൻ ഞാൻ തയ്യാറല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച്, ഒന്നും അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് പോട്ടെ. എൻ്റെ കണ്ണിൽ തിന്മയ്ക്ക് വേണ്ടിയിട്ട്, അതായത് അവർക്കറിയാം മറ്റൊരു വ്യക്തി ചെയ്യുന്നത് തെറ്റാണ് എന്ന് അറിഞ്ഞിട്ടും അവരാ തെറ്റിനെ പ്രോത്സാഹിപ്പിച്ച ആൾക്കാരാണ്. ആ തെറ്റിനെ അവർ മറച്ച് വെച്ചുകൊണ്ട് അവരെ പുണ്യവതിയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ആരുമല്ല, അവരൊന്നും എൻ്റെ ആരുമല്ല. ഞാനൊരു സൗഹൃദം പോലും അവരൊന്നുമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ചെയ്യുകയില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഞാൻ എൻ്റെ കുടുംബത്തെയും എൻ്റെ സൗഹൃദത്തെയും എൻ്റെ മക്കളെയും ഒക്കെ അപമാനിച്ചിട്ടുള്ള ഒരാളുമായിട്ട് ജീവിതത്തിൽ ഒരിക്കലും ഒരു കാലത്തും അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ ഞാൻ നിൽക്കൂല. കാരണം എന്താണ്, എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഒരു കാര്യം എനിക്ക് കൊള്ളൂല, എൻ്റെ ജീവിതത്തിൽ കൊള്ളൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ ഭാഗത്ത് തിരിഞ്ഞു പോലും നോക്കാത്ത ഒരാളാണ്. അതുപോലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ പല ആളുകളെക്കുറിച്ചും പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതൊന്നും തന്നെ എനിക്ക് മാറ്റി പറയാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ല. കാരണം മാറ്റി പറയില്ല. അത് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അവരെക്കുറിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവത്തിലൂടെ ഞാൻ അവരെ മനസ്സിലാക്കിയിട്ടുള്ള ഒരവസ്ഥയാണ്. അതെന്നെ ഇപ്പോൾ മറ്റൊരാളിനെ കൊണ്ട് അപമാനിച്ചത് കൊണ്ടോ എൻ്റെ പൈത മക്കളെ വരെ കൊല്ലണമെന്ന് വരെ ചിന്തിക്കുന്ന തരത്തിൽ നിങ്ങൾ എന്നോട് പക വെച്ചു എന്ന് വെച്ചോ, എനിക്കതിലൊരു വിഷയവും ഇല്ല. കാരണം എൻ്റെ മക്കളെന്ന് പറയുന്നത്, എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്, എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് അവരെ എൻ്റെ കൂടെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആളുകളാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നിങ്ങളുടെ ഭയപ്പെടുത്തൽ കൊണ്ടോ, നിങ്ങളുടെ അപമാനിക്കൽ കൊണ്ടോ, അല്ലെങ്കിൽ എൻ്റെ മോളല്ലേ ഇതെല്ലാം കേൾക്കുന്നത്, എൻ്റെ ഭർത്താവല്ലേ ഇതെല്ലാം കേൾക്കുന്നത്, ഇവരോടൊരു സന്ധി സംഭാഷണം നടത്താം, അല്ലെങ്കിൽ ഇവരോട് ചെന്ന് സംസാരിക്കാം, അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കില്ല. ഞാൻ ആ വക കാര്യങ്ങൾക്കൊന്നും നിൽക്കൂല. എന്നെ സ്നേഹിച്ചിരുന്നവർ പോലും എന്നെ ചതിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരോടൊരു വാക്ക് പോലും പറയാതെ അവർ നിൽക്കുന്ന സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്നല്ലാതെ, പിന്നെ എന്നെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചടിക്കും കേട്ടോ. അവരുടെ അണപ്പല്ലടിച്ച് ഞാൻ പുറത്താക്കിയിട്ട് ഞാൻ പോവുകയുള്ളൂ. അത് എൻ്റെ ഒരു ക്യാരക്ടറായിരിക്കാം. ആരായിരുന്നാലും അടി കൊണ്ട തിരിച്ചടിക്കും. അപ്പോൾ ആ ഒരു രീതി എനിക്ക് ഉണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മുത്തുമണികളെ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് പറയുന്നത്? അതായത് എന്നെ നിങ്ങൾക്കൊന്നും നിങ്ങൾക്ക് എന്നെ സ്നേഹിച്ച് തോൽപ്പിക്കാൻ പറ്റും. ഈ സ്നേഹിച്ചിട്ട് ചതിച്ചവരെ പോലും ഞാൻ എൻ്റെ പുറംകാലം കൊണ്ട് ചവിട്ടി തെറിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ പാട് നോക്കിയിട്ട് പോയിട്ടുള്ള ആളാണ് ഞാൻ. അപ്പം അതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പം എന്തെല്ലാമാണ് മണി കുയിലേ വർണ്ണ വരും മയിലേ എങ്കേ ഓഞ്ചോടി നാം പാടേൻ തേടി കുക്കു എന കൂകുത് കൺമണി കൊഞ്ചം നേരം നെല്ല് നീ. ഇനി എന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി വീട് തൂക്കണം, തുടയ്ക്കണം, എന്തെല്ലാം പണികൾ കിടക്കുന്നു. മുത്തുമണികൾ എത്ര കാലമായി ഇങ്ങനെ കിടന്നിട്ട് ഓട്ടോ ഓടുന്നു എന്നറിയാമോ? ചില സമയത്ത് ഇങ്ങനെ ചിന്തിക്കും, ഒന്ന് റെസ്റ്റ് എടുത്താലോ, ഒന്ന് കിടന്നാലോ, ഒന്ന് ഉറങ്ങിയാലോ. കിടന്നാലും ഉറക്കം വരില്ല. ഒരു പനി വന്നാൽ പോലും നിങ്ങൾക്കറിയാമോ, ഒരു പനി വന്നാൽ പോലും എൻ്റെ പൊന്ന മുത്തുമണികളൊക്കെ കിടക്കാൻ പറ്റൂല. ഇങ്ങനെ എണീറ്റിട്ട് തിരി എന്തെങ്കിലും ചൊറച്ച പണി എടുത്തില്ല എങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ എനിക്ക് തയ്ക്കാനുണ്ട് കേട്ടോ മുത്തുമണികളെ. അതുമാത്രമല്ല, രാവിലെ എൻ്റെ മക്കൾ എണീറ്റ് സ്കൂളിൽ പോകുന്ന ദിവസം ആണെങ്കിൽ എൻ്റെ ഇതെവിടെ, എൻ്റെ അത് കാണുന്നില്ല, എൻ്റെ ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഭക്ഷണം വയ്ക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഇതെല്ലാം കൂടി നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകണം.
ഇതെല്ലാം കൂടി ഞാൻ നോക്കിയിട്ട് അവസാനം അലമാരയിലുള്ള തുണി കംപ്ലീറ്റ്, രാവിലെ ഒരുത്തൻ്റെ യൂണിഫോം കാണുന്നില്ല, ഇന്നലെ കല്യാണം ആയതുകൊണ്ട് എനിക്ക് ഇവരുടെ യൂണിഫോം ഒന്നും കഴുകാൻ പറ്റിയില്ല. അപ്പോൾ 2 ജോഡിയുണ്ട്, രണ്ടാമത്തെ ജോഡി യൂണിഫോം ഒരുത്തൻ്റെത് കാണുന്നില്ല, അച്ചിൽക്കുട്ടൻ്റെത്. അവസാനം അത് തിരക്കി കംപ്ലീറ്റ് അലമാരയിലിരുന്ന കംപ്ലീറ്റ് തുണികളും എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് കട്ടിലിൻ്റെ മുകളിലിട്ട്. ഈ കട്ടിലെന്ന് പറയുന്നത് ദിമ്മുവിൻ്റെ കട്ടിലാണ്. ഈ തുണികളെല്ലാം പറക്കിയിട്ടേക്കുന്ന കട്ടിലെന്ന് പറയുന്നത് ദിമ്മുവിൻ്റെ കട്ടിലാണ്. ഇവർ സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ ഇവരിയ്ക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതായത് ദിമ്മു ആദു, ഹവ്വ പിന്നെ ഹവ്വയുടെ റൂമിലോട്ട് ഒരൊറ്റ മനുഷ്യനെ കയറ്റൂല. അവിടെ നമ്മൾ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് കയറിയാൽ അവൾ കൃത്യമായിട്ട് പിടിക്കും, എൻ്റെ റൂമിൽ ആര് കയറി എന്ന് ചോദിക്കും. അപ്പോൾ അതുപോലെ തന്നെ ആദുവിനും ഈ വന്ന് കയറുമ്പോൾ തന്നെ വീട് അലങ്കോലമായിട്ട് കിടക്കുന്ന കാണുമ്പോഴത്തേക്കും അവന് ഭയങ്കര പ്രാന്താണ്, ഭയങ്കര ദേഷ്യം കാണിക്കും കേട്ടോ. അതൊന്നും നമ്മളായിരുന്നാലും അങ്ങനെ തന്നെ. ഇപ്പോൾ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീട് അലങ്കോലമായിട്ട് കിടക്കാൻ ഭയങ്കര ദേഷ്യം വരും, നമുക്ക് ഭയങ്കര മാനസിക അസ്വസ്ഥത വരും. രാവിലെ ഈ തുണികളെല്ലാം കൂടി പറക്കി അങ്ങ് മുകളിൽ, ഈ കട്ടിലിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഇട്ടതിന് ദിമ്മു പറയല്ലേ, ഞാൻ വരുമ്പോൾ ഈ കട്ടിൽ രാവിലെ കിടന്നതുപോലെ കിടന്നില്ല എങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞും കൊണ്ടാണ് ഒരുത്തി പോയേക്കുന്നത്. അപ്പം ഞാൻ ഇനി പോയിട്ട് തുണികൾ മടക്കി വയ്ക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് കൊട്ട് കിട്ടും മുത്തുമണികളെ. ഞാൻ പോണം. ഓക്കെ, ബൈ ബൈ.